ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. സ്ട്രെസ്സാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്കിതെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് ക്ലാരിറ്റി എടുക്കാം. അപ്പോൾ എന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ട്രെസ് വന്നേക്കുക? മാസ്റ്റർ, കണ്ടീഷനിങ്, ഫ്ലവറിങ്, ഹാപ്പിനെസ്, റിബൽ ആൻഡ് ട്രാവലിംഗ്. നമുക്ക് ക്ലാരിറ്റി എടുത്ത് നോക്കാം. ഇപ്പം സ്ട്രെസ്സാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇന്ന് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മനസ്സ് എന്ന് പറയുന്ന ഒരു കുരങ്ങനെ പോലെയാണ്. അതിങ്ങനെ നമ്മൾ മങ്കി മൈൻഡ് എന്ന് പറയൂലേ, നമ്മളിങ്ങനെ വെറുതെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു അടങ്ങിയിരിക്കാത്ത സ്വഭാവമാണ് ഈ മങ്കി മൈൻഡ് എന്ന് പറയുന്നത്. അതിങ്ങനെ വെറുതെ തുള്ളിച്ചാടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പോയി നോക്കി ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മളെ സ്ട്രെസ് അടുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു ഇതിലാണ് നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ ചുറ്റിക്കളിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു നിങ്ങളുടെ മനസ്സ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത കുറേയധികം ടെൻഷനും സ്ട്രെസ്സും നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ പോലും നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഹാങ്ഡ് മാനാണ്. ഇപ്പോൾ നിങ്ങൾ ഈ സ്ട്രെസ്സിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നേരെ കാണുന്നതിന് പകരം പല കാര്യങ്ങളും തല കീഴായി കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്ട്രെസ് അടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്ക് നേരെ ചിന്തിച്ചാൽ ഒരു കാര്യമില്ല, പക്ഷെ ആവശ്യമില്ലാതെ വളഞ്ഞു തിരിഞ്ഞ് ചിന്തിച്ച് സ്ട്രെസ്സിലിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ കുറേ ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഒരു സ്ട്രെസ് എന്ന് വെച്ചാൽ ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ സമയത്ത് വരുന്ന ഒരു സ്ട്രെസ്സും ഉണ്ട്. നമുക്ക് എന്താണ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. എന്ത് കാര്യം കണ്ടാലും കൺഫ്യൂഷനായിരിക്കും. കാരണം നമുക്ക് ഈ പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കാം. പുറത്തുനിന്നുള്ള വേറെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം. നിങ്ങളെ മനസ്സിലാക്കാത്ത ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ആകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് കേട്ടോ. നമ്മൾ സ്പിരിച്വൽ ആണെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് അതൊക്കെ മതിയാക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല സ്പിരിച്വൽ വർക്കുകളും, പ്രാർത്ഥനയാകട്ടെ, മെഡിറ്റേഷൻ ആകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണോ കൂടുതൽ കൂടുന്നത് എന്ന് വിചാരിച്ച് അത് മതിയാക്കും. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളത് മതിയാക്കാതിരിക്കുക. നിങ്ങളത് തുടർന്ന് പോകേണ്ടതാണ് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങളുടെ മനസ്സിൻ്റെ മാസ്റ്ററാണ് നിങ്ങൾ. ഇതിൽ വന്നിട്ടുള്ളൊരു മാസ്റ്റർ കാർഡ്, ഇതിൻ്റെ മാസ്റ്റർ കാർഡാണ് വന്നിട്ടുള്ളത് അടുത്ത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ മാസ്റ്റർ ആകുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അത് നിങ്ങൾക്ക് സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാണായാമം ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം, പ്രാർത്ഥനകൾ ചെയ്യണം. പിന്നെ നമ്മൾ തിരിച്ചറിയുകയും വേണം, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നോട്ട് ഈസി. അത് ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും നമുക്ക് ഒന്ന് തീരുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മളതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മൾ വിജയിക്കുന്നത്. നമുക്ക് പ്രശ്നങ്ങളൊന്നും ഒരിക്കലും വരരുത് എന്ന് ചിന്തിക്കുന്നത് നമുക്ക് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ വരുന്ന പ്രശ്നങ്ങളെ ഏത് തരത്തിലാണ് ഞാൻ കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കാണേണ്ടത്, ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് പഠിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ മാസ്റ്റർ ആകേണ്ടതുണ്ട് എന്നുള്ളതാണ്.
6 ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇതിൽ. നിങ്ങൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിക്ടറി ആൻഡ് സക്സസ് ആണുള്ളത്. അപ്പോൾ ആ സക്സസ് നിങ്ങൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത്, പക്ഷെ ഈ സ്ട്രെസ്സിലിരുന്ന് നിങ്ങൾക്ക് വരുന്ന വിജയങ്ങളെ ആഘോഷിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്കത് കാണുന്നില്ല, ജീവിതത്തോടൊരു മടുപ്പും ഒരെടുപ്പും ഒക്കെ തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് അതിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും നിങ്ങൾക്ക് വിജയമാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂ കൊണ്ട് ഒരുപാട് സ്ട്രെസ് അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊക്കെ അതിൽ നിന്ന് ഒരു മാറ്റം വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ കണ്ടീഷനിങ് ആണ്. അപ്പം നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് ഇങ്ങനെ ആകാവൂ, ഇത് ഇങ്ങനെ പോകാവൂ, അങ്ങനെ. ചിലപ്പോൾ സമൂഹത്തിൻ്റെ കണ്ടീഷനിങ് അനുസരിച്ചായിരിക്കും. അപ്പം മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എന്തായിരിക്കും എന്നെ പറ്റി ചിന്തിക്കുന്നത്. നമ്മൾ എപ്പോഴും നമ്മളായിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത തരത്തിൽ നമ്മളായിരിക്കുമ്പോൾ മറ്റുള്ളവർക്കത് വേദന ഉണ്ടാക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മാറി നമ്മളെ അല്ലാതെ ആയിരിക്കുന്ന ആൾക്കാർ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങളായിരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളായിരിക്കുന്നതാണ് നിങ്ങളുടെ സോളിന് ഇഷ്ടം. നിങ്ങളിവിടെ ഒറ്റയ്ക്കാണ് വന്നത്, നിങ്ങളുടെ സോൾ ഇൻഡിപെൻഡൻ്റ് ആണ്. ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ആളാണ് നിങ്ങളുടെ സോള്. അപ്പം അത് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഈ മറ്റുള്ളവരെ കണ്ടീഷനിങ്ങിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ ആ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ലായിരിക്കും. ഇത് ഇങ്ങനെ ആയിരിക്കണം, ഒരു ചട്ടക്കൂട്, ഇത് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് എന്താണോ ആകേണ്ടത്, നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് മാത്രം ചെയ്യുക. അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ കൂടുതൽ പ്ലീസ് ചെയ്യിപ്പിക്കാതിരിക്കുക. അപ്പം നമ്മൾ പ്ലീസ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരാളിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു വ്യക്തി നമ്മളെ കെയർ ചെയ്യാതിരിക്കുമ്പോൾ, നമ്മളെ കാണാതിരിക്കുമ്പോൾ നമുക്ക് ഡിപ്രഷൻ വരും. അങ്ങനെയുള്ള സ്ട്രെസ്സുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത് മാറ്റുക. നമ്മളായി നിന്ന് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ മാത്രം നമ്മളുടെ കൂടെ മതിയെന്ന് മനസ്സിലാക്കുക. നോ പറയേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് നോ പറയാൻ ശ്രമിക്കുക. ഇതിൽ ഒരു ഡെവിൾ കാർഡാണ് വന്നിട്ടുള്ളത്. മനസ്സിങ്ങനെ കിടന്ന് കുഴപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ നിയന്ത്രണം ഇങ്ങനെ മനസ്സേറ്റെടുത്തിട്ടുണ്ട്. മനസ്സിങ്ങനെ കൊണ്ടു കിടക്കുന്നുണ്ട്, പഴയ പല കാര്യങ്ങൾ കാണിച്ച് നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച്. അപ്പോൾ അത് ഒന്ന് മതിയാക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ മാസ്റ്റർ ആകാന്നതിന് പകരം നിങ്ങളിപ്പോൾ മനസ്സിൻ്റെ മാസ്റ്റർ, മനസ്സാണ് നിങ്ങളെ മാസ്റ്റർ ചെയ്യുന്നത്. അതൊരിക്കലും പാടില്ല എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ആൾക്കാർ, അത് കൂടുതൽ ആൾക്കാരും ഇത് റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ആൾക്കാരാണ്. അതിൽ നിന്ന് നിങ്ങളൊന്ന് ഇൻഡിപെൻഡൻ്റ് ആകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ചില കാര്യങ്ങൾ സമൂഹം എന്ത് പറയും, ഞാനിതൊന്ന് പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, എനിക്ക് ആര് സപ്പോർട്ട് തരും. നമ്മൾ ശരിയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നന്മയുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിൽ സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരാരെയും നമ്മൾ നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മളുടെ കൂടെയുള്ള ആൾക്കാരെ നമ്മൾ കെയർ ചെയ്യണതും പ്രൊട്ടക്ട് ചെയ്യണതും ഒരു പരിധിവരെ ആയിരിക്കണം. നമ്മൾ അത് കഴിയുമ്പോൾ വീണ്ടും അവർ നമ്മളെ മനസ്സിലാക്കാതെ പോയാൽ തീർച്ചയായിട്ടും നമുക്കത് ഇറങ്ങണതിൽ ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. എപ്പോഴും നമ്മളെ വേദനിപ്പിക്കാനുള്ള അവസരം നമ്മൾ ആർക്കും കൊടുക്കാതിരിക്കുക. 7 ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. ഇതൊരു ചീറ്റിങ്ങിന്റെ എനർജിയാണ്. ഇത് നമ്മളെ തന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരാരുമല്ല നമ്മളെ ചീറ്റ് ചെയ്യുന്നത്, നമ്മളാണ്. കാരണം നമ്മൾ മറ്റുള്ളവരെ അടിമകളായിട്ട് നിന്ന് നമ്മളെ ചീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഇഷ്ടങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ സപ്രസ് ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഫ്ലവറിങ് ആണ്. അപ്പോൾ ഇതൊരു ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഒരു പരിധിവരെ നിങ്ങൾ കൊടുക്കുക. പിന്നെ നിങ്ങളിലേക്ക് തന്നെ അത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്കത് ആവശ്യമുണ്ടെന്നുള്ളതാണ്. സ്നേഹവും കെയറിങ്ങും ഒക്കെ. കാരണം ഒരുപാട് അനുഗ്രഹങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ കാണാതെ പോകരുത് എന്നുള്ളതാണ്. കാരണം ദൈവം നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ മുന്നിൽ വെച്ച് തരുന്നുണ്ട്.
5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. പക്ഷേ ഇതിൽ ആദ്യം വന്ന കാർഡ് അതാണ്. നിങ്ങൾ സ്ട്രെസ്സിലിരിക്കുന്നു, ടെൻഷനാണ്, നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളൊന്നും കാണാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നും മാറി നിങ്ങളുടെ അനുഗ്രഹങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി നിങ്ങൾ തന്നെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ചിന്തകളൊക്കെ മാറ്റുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങളൊരു പ്രണയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു തീവ്രമായ പ്രണയം നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. പല ആൾക്കാരും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ളൊരു പ്രണയം കിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. ഇത് അങ്ങനെ ഉണ്ടാവുന്നു, നിങ്ങൾ ആരെ കാത്തിരിക്കുന്നു എന്നൊക്കെ കാണുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ റിപ്പിനെസ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യവും അത് തീരേണ്ട ഒരു സമയമുണ്ട്. ഇപ്പോൾ ഒരു ഫ്രൂട്ട് എത്ര കാലമാണ് ഒരു കായ് എത്ര കാലം അതിൻ്റെ ഞെട്ടിൽ നിൽക്കാൻ പറ്റും? അത് പഴുത്ത് പാകമായി കഴിഞ്ഞാൽ അത് അടർന്നു പോകും. അതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും. നമുക്ക് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഒരു നിശ്ചിത സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ അവർ ആ സമയം വരെ മതി നമ്മളുടെ ജീവിതത്തിൽ എന്നാണ് ദൈവം തീരുമാനിക്കുന്നതെങ്കിൽ ആ സമയം കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അവർ മാറിപ്പോകുമെന്ന് മനസ്സിലാക്കുക. അത് മാത്രമല്ല, ചിലപ്പോൾ ഇപ്പം നിങ്ങൾ കഠിനമായ ഒരു ദുഃഖത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അതും ഒരു സമയം വരെ ഉണ്ടാവുള്ളൂ. ആ ഒരു സമയം കഴിയുമ്പോൾ അതും മാറിപ്പോകും. ഇതൊരു തിരിച്ചറിവായിരിക്കണം നിങ്ങൾക്ക്. എന്നും സ്ഥായി ആയിട്ടുള്ള ഒരു കാര്യമില്ല. സന്തോഷവും ദുഃഖവും ഒന്നും സ്ഥായി ആയിട്ടുള്ളതില്ല എന്ന് മനസ്സിലാക്കുക. എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ പോലും അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ല, നിങ്ങൾക്ക് വേദനയുള്ള കാര്യങ്ങളാണെങ്കിലും ചിലപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒരു പരിധി കഴിയുമ്പോൾ മാറിപ്പോകും എന്ന് തന്നെയാണ് ഇന്ന് ഡിവൈന് നിങ്ങളോട് പറയാനുള്ളത്. 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ്. ഇത് പാസ്റ്റിൽ നിന്നും ഉള്ള കാര്യം, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന, ഒരുപാട് കാത്തിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ കാര്യമാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളൊരു സമയമായി എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ വേദനകൾക്ക് ഒരു അന്ത്യം വന്നു കഴിഞ്ഞു എന്നാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നമ്മളുടെ ഹൃദയം സ്നേഹം ആഗ്രഹിക്കുന്നു, അത് സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നല്ല പ്രതീക്ഷിക്കേണ്ടത്. നമ്മളിലേക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, നിങ്ങളത് സന്തോഷിപ്പിക്കുക, നിങ്ങളോട് സംസാരിക്കുക. മറ്റുള്ളവർ നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ല എന്ന് പരാതി പറയുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കുക. സെൽഫ് ടോക്ക് മസ്റ്റാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടെത്തുക. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതെന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മളാക്കാൻ സഹായിക്കും. നമ്മൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ വിട്ടിട്ട് പോയ ആൾക്കാരൊക്കെ നമ്മളിലേക്ക് തിരിച്ചും വരും. അതും ഒന്ന് മനസ്സിലാക്കുക. റിബലാണ്. അപ്പോൾ നിങ്ങൾ സ്വയം ഒരു റിബലായിരിക്കുന്നൊരവസ്ഥയാണ് ഇന്ന്. ചിലപ്പോൾ എല്ലാത്തിനും എതിര് പറയുന്ന, അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നമ്മൾ റിബലാകാം, എല്ലായിടത്തും അല്ല, എല്ലായ്പ്പോഴും അല്ല. നമ്മൾക്ക് ഒരു റിബലാകാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കാതിരിക്കുക. നമുക്ക് സ്നേഹവും പ്രൊട്ടക്ഷനും കെയറിങ്ങും ഒക്കെയാണ് ആവശ്യം. അത് നമ്മൾ തന്നെ കൊടുത്താൽ മതി. അത് മറ്റൊരാളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ ഇതിനകത്തൊരു ഫാമിലിയുമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നൊരു ഇതാണ്. ഒരു ട്രാവലിംഗ് ഇന്നത്തെ ദിവസം ചിലപ്പം നിങ്ങൾക്ക് ചെയ്തേക്കാം. ഇതിൽ ആൾറെഡി ഒരു ട്രാവലിംഗ് എന്ന് പറയുന്ന ഒരു കാർഡും വന്നിട്ടുണ്ട്. 10 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പം നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്ന ഒരു എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അത് സെയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വാങ്ങിക്കാനുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട് ഇതിനകത്ത്. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് യാത്രകൾ ചെയ്തേക്കാം. 3 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ബോട്ടം വന്നതും ഇത് അവസാനത്തെ കാർഡ് വന്നതും ഒരു പെയിൻ എടുത്തിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. അത് ഇന്ന്
ഈ ഒരു സമയം ചിലപ്പോൾ കുറച്ച് സമയം മാത്രമേ അത് ഉണ്ടാവുള്ളൂ, അത് മാറിപ്പോകും. അപ്പോൾ അതിൽ തന്നെ പെട്ട് ഇരിക്കാതിരിക്കുക, അതൊന്നൊന്ന് മാറാൻ ശ്രമിക്കുക. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഒരു ട്രാവൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ മാനസിക പ്രയാസങ്ങളൊക്കെ മാറാൻ നിങ്ങൾക്കൊരു ട്രാവൽ വേണ്ടി വരുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രാവൽ ചെയ്യുക. ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക. സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ക്വീൻ ഓഫ് കപ്സ് ആണ്, അപ്പോൾ അതൊരു ഹീലിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.